ലോക്സഭാ അംഗം മനീഷ് തിവാരിയും അതുപോലെ തന്നെ മുൻ ക്രിക്കറ്റ് താരം നവജോത് സിംഗ് സിദ്ധുവും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറുമെന്നാണ് റിപ്പോർട്ടുകൾ. അർജുനെ, മനീഷ് തിവാരിയുടെ ഈ നീക്കം എങ്ങനെ കാണുന്നു? വളരെ കോൺഗ്രസിന്റെ അവസ്ഥ കുറച്ചധികം പരുങ്ങലിലാണ്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യം ഒരു തരത്തിലും വർക്ക് ചെയ്യാത്ത പഞ്ചാബിൽ മനീഷ് തിവാരി ഒപ്പം സിദ്ധുവും കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും. നേരത്തെ മനീഷ് തിവാരി ലോക്സഭാ അംഗമാണ് ആനന്ദ്പൂർ. അതുപോലെ തന്നെ നേരത്തെ ഇവരുടെ ഈ വിമത ഗ്രൂപ്പിലെ അംഗമായിരുന്നെങ്കിലും പിന്നീട് നേതാക്കളുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് പോയി. എന്നാൽ ലുധിയാന സീറ്റ് ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. മുമ്പ് സിദ്ധു ഈ വിമത പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി ഇടപെട്ടാണ് സിദ്ധുവിനെ കോൺഗ്രസിൽ നിർത്തിയിരുന്നത് പറഞ്ഞു. സിദ്ധുവും പോകുമെന്നാണല്ലേ പുതുതായി കേൾക്കുന്നത്? അവിടെ ഒരു ഘർ വാപ്പസിയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ച ആൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദം കണ്ണു നട്ടിരുന്ന ആൾ, എന്നാൽ കോൺഗ്രസ് ചന്നിയായിരുന്നു തിരഞ്ഞെടുത്തത്. അതിനുശേഷം കോൺഗ്രസ് യോഗങ്ങൾക്ക് സമാന്തരമായി വ്യക്തിഗത രീതിയിൽ മറ്റ് യോഗങ്ങളും റാലികളും സംഘടിപ്പിച്ചൊരു സമയത്ത് സിദ്ധുവിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്ന് കോൺഗ്രസിനകത്ത് തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ BJP-യിലേക്ക് സിദ്ധുവും കൂടെ പോകുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു ലക്ഷ്യമിടുന്നത് 370 സീറ്റ് സ്വന്തമായി നേടുക എന്നതാണ്. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിൽ നേതാക്കളെ മാറ്റുന്നതെന്നാണ്, നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് അടർത്തുന്നതെന്നാണ് പറയുന്ന ഒരു വാദഗതി. BJP-യുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചകളാണ് നടക്കുന്നത്? തീർച്ചയായിട്ടും ബാലചേട്ടാ, ഈ 370 അല്ലെങ്കിൽ NDAക്ക് 400 എന്നുള്ള ഒരു മാജിക്കൽ നമ്പറിലേക്ക് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ കൂടി കൊണ്ടുവരാതെ BJP-ക്ക് എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, പ്രത്യേകിച്ചും ഈ രാജ്യത്ത് ഉടനീളമെന്നുള്ള നേതാക്കളെയും പ്രവർത്തകരെയും എത്തിച്ചുകൊണ്ട് ഇപ്പോൾ 2 ദിവസമായി തുടരുന്നുണ്ട് ഈ നാഷണൽ കൗൺസിലും നാഷണൽ കൺവെൻഷനും. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ കണ്ണുവെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് 400 സീറ്റ് NDAക്ക്, അതല്ലെങ്കിൽ 370 സീറ്റ് BJP-ക്ക് മാത്രമെന്നുള്ള ലക്ഷ്യം BJP-യും നരേന്ദ്രമോദിയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം സമീപകാലത്ത് വന്നിട്ടുള്ള ഒരു അഭിപ്രായ സർവേയിൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി പറഞ്ഞു കേട്ടിരുന്നത് പഞ്ചാബിലാണ്. ആ പഞ്ചാബിൽ പോലും ഇങ്ങനെ നേതാക്കളെ ഒപ്പം നിർത്താൻ വേണ്ടി കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. ഈ ശിശിരകാലം കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത് ഈ ഇല പൊഴിഞ്ഞ മരം പോലെ ആകുമോ എന്നാണ് ഇനി അറിയേണ്ടതായുള്ളത്.